പ്രസ്ഥാനത്തെയും ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും കോളത്തിൽ ചേർത്താൻ ഇന്ന് കേരളത്തിൽ മത്സരിക്കുന്ന ആളുകൾ ആരാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇടതുപക്ഷത്തിന്റെ സമുന്നതനായ ഒരു നേതാവ്, കണ്ണൂർക്കാരനായ ഒരാൾ ഒരു പുസ്തകം എഴുതിയിരിക്കുകയാണ്. ആ പുസ്തകത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ ഭീകരവാദമായി അദ്ദേഹം ചിത്രീകരിക്കുന്നു. എന്തിനാണ് ആരാണ് ഇദ്ദേഹം ചിത്രീകരിക്കുന്ന ആൾ? അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി ജനവിചാരണ നടത്തി തല്ലിക്കൊല ചെയ്യാൻ നേതൃത്വം നൽകിയ ഒരാൾ. TP ചന്ദ്രശേഖർ എന്ന മനുഷ്യനെ തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ 51 വെട്ടുവെട്ടി കൊലപാതകം നടത്താൻ നേതൃത്വം നൽകുകയും ആ കൊലപാതകം മുസ്ലിം സമൂഹത്തിന്റെ തലയിലേക്ക് വെച്ചുകെട്ടാൻ വേണ്ടി ഇന്നോവയിൽ മാഷാ അല്ലാ സ്റ്റിക്കർ ഒട്ടിച്ച് സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണ അന്തരീക്ഷം സൃഷ്ടിക്കാൻ പ്രയത്നിച്ചവർ കണ്ണൂരിൽ അധിക കുടുംബങ്ങളുടെയും മക്കളുടെ പിതാക്കന്മാർ നഷ്ടപ്പെടാൻ കാരണക്കാരനായ ഒരാൾ. അതുപോലെ തന്നെ കണ്ണൂരിലെ അധിക സ്ത്രീകളുടെയും വിധവകളാക്കിയ ഒരാൾ. അതുപോലെ തന്നെ കണ്ണൂരിലെ തോരാത്ത കൊലപാതകത്തിന്റെ വിലാപം പേറി ജീവിക്കുന്ന അനേകം കുടുംബങ്ങളിലെ കണ്ണീരിന്റെ കാരണക്കാരൻ ഈ മനുഷ്യനാണ്. ഇന്ത്യ രാജ്യത്ത് ഒരു വംശഹത്യയിലോ ഇന്ത്യ രാജ്യത്ത് നടന്ന ആയിരക്കണക്കിന് വർഗീയ കലാപങ്ങളിലോ പേര് പോലും പറയാത്ത ഒരു മനുഷ്യനെയും അന്യായമായി ഉപദ്രവിച്ചതിന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഈ രാജ്യത്തില്ലാത്ത ഇസ്ലാമിക പ്രസ്ഥാനത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇസ്ലാമിക